പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മലയോരനാട് ടി വിയിലേക്ക് സ്വാഗതം. ഫിറ്റ്നസ്സാണ് ഇനിയുള്ള കാലം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ. അത് മനസ്സിലാക്കി ഈ യൂത്തിൻ്റെ ഒരു വലിയ ട്രെൻഡായി മാറിയിരിക്കുന്ന ഫിറ്റ്നസ് സ്റ്റുഡിയോ ഇതാ ആയൂരിൽ റീബൗണ്ട് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയൂർ അഞ്ചൽ റോഡിൽ ഇന്ന് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ്. നമുക്ക് കാണാം, ഇവിടെ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഒരു വലിയ ശേഖരം തന്നെയാണ്. 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഫിറ്റ്നസ് സ്റ്റുഡിയോ ബിന്ദുജ മേനോൻ, പ്രശസ്ത സിനിമാ താരം ബിന്ദുജ മേനോനാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇനിയുള്ള കാലം നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു സംഭവം തന്നെയാണ് ഫിറ്റ്നസ്. അതിന് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ആയൂർ അഞ്ചൽ റോഡിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് റീബൗണ്ട് ഫിറ്റ്നസ് സ്റ്റുഡിയോ. ആയൂർ അഞ്ചൽ പരിസരങ്ങളിലുള്ള സർവ്വ ആളുകൾക്കും എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ആയൂരിൽ റീബൗണ്ട് ഫിറ്റ്നസ് സ്റ്റുഡിയോ. ഇന്ന് നമ്മുടെ പ്രശസ്ത സിനിമാ താരം ബിന്ദുജ മേനോൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആയൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബോഡി ബിൽഡിങ്ങിൻ്റെ കാലഘട്ടമാണിത്. വ്യായാമമില്ലാത്ത പുതുതലമുറയെ വ്യായാമത്തിലേക്ക് നയിക്കുന്നതിനും അവരുടെ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും വലിയ പങ്കാളിത്തമാണ് ഫിറ്റ്നസ് സ്റ്റുഡിയോകൾ നൽകുന്നത്. അത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയാണ് റീബൗണ്ട് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയൂരിൽ. ഇപ്പോൾ ആയൂരിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രശസ്ത സിനിമാ താരം ബിന്ദുജ മേനോൻ ഈ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്.
അധ്യക്ഷനായ ജോബിയെ അഭിനന്ദിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ ആരോഗ്യം മാത്രമല്ല സൗഹൃദം വളർത്തിയെടുക്കാനും ഈ കൂട്ടായ്മകൾ വഴിതെളിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ബിന്ദുജ മേഡം പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാകട്ടെ. ഇതിൽ നിന്ന് അങ്ങോട്ട് കൂടുതൽ ഉയർത്തിലേക്ക് വളരാനും കൂടുതൽ നന്മകൾ നാടിന് ചെയ്യാനും ജോബിക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ രണ്ട് ഘടാഘടിയന്മാരെ അടുത്ത് വെച്ചത് അല്ല, രണ്ടുപേരെ പിടിച്ചു നിർത്തി എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇതെടുത്ത് നീ എന്ത് ചെയ്യണം എന്നോട് പറയും. കൈവച്ച എന്ത് ചെയ്യണം? ഞാൻ മോശമല്ലല്ലോ. ഇതൊന്നും ഞെട്ടില്ല. ഇതൊക്കെ 2.5 കിലോ ഉള്ളു. ഇത് ഞാൻ ജയിച്ചു. കഷ്ടായി ആരും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് അങ്ങനെയാണോ ചെയ്യുന്നത്? അതല്ല ഞാൻ അല്ലടാ, ഞാൻ നിങ്ങൾക്ക് ആ ആഡ് അറിഞ്ഞൂടെ? കൊച്ചു ബാബ അങ്ങനെ ചെയ്യണോ ഞാൻ ചോദിച്ചത്. ബാബിനെയൊന്നുമില്ല. ഇത് തന്നെ പെൺകുട്ടി അധികം കൂടുതൽ വെച്ചു വെക്കാൻ ഇതിങ്ങനെ ചെയ്യേണ്ടി വരും. ശരിക്കും എന്താ ചെയ്യേണ്ടത് എക്സാക്ട്ലി പറഞ്ഞു? ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് വയ്യ, എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും ഇവര് രണ്ടുപേരാണ് എന്റെ ഫോട്ടോ കിട്ടിയില്ല. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജോബി, ബുദ്ധിരായ പുരോഹിത, ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ ഒരു നമസ്കാരം. തീർച്ചയായിട്ടും ആയൂരിനെ പോലെയുള്ള ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ ഇന്ന് സ്വന്തമായിട്ടൊരു വ്യായാമമൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുവാൻ എല്ലാവർക്കും മടിയാണ്. ഞാനായാലും ഈ ഇരിക്കുന്ന നമ്മൾ ആരൊക്കെ ആയാലും ഒറ്റയ്ക്കൊക്കെ ചെയ്യാൻ ഒരു 1-2 ദിവസമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളുടെ ഒരു ടീമായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് സെൻ്ററുകൾ വന്ന് നമ്മുടെയൊക്കെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, ഒപ്പം തന്നെ വളർന്നു വരുന്ന തലമുറ കുറച്ച് നേരമെങ്കിലും ഒരു 1-2 മണിക്കൂർ ഈ ഫോണിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രോത്സാഹനത്തിന് വേണ്ടി ജോബിയെ പോലെയുള്ള തീർച്ചയായിട്ടും എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം ജോബി, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, പിന്നീടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും ഞാൻ ഫോട്ടോഗ്രാഫിയിൽ നിൽക്കുമ്പോൾ തന്നെ ജോബി
ആ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും കൈവച്ച് പോകും. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും, ഫോട്ടോഗ്രാഫി മാത്രം പോരാ, എല്ലാ മേഖലകളിലും കൂടെയൊക്കെ ഇടപെടണം എന്ന് പറയും. അപ്പം ഞാനത് ചിരിച്ചു കളയും. തീർച്ചയായിട്ടും യോബി ഈ ഒരു മേഖലയിലേക്ക് വന്നതിലും വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള അദ്ദേഹത്തിനുള്ള കുടുംബത്തിനോടൊപ്പവും അദ്ദേഹത്തിനോടൊപ്പവും എല്ലാവിധ ആശംസകളോടുകൂടി ഞാനും ഈ നാട്ടുകാരും എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോഗ്രാമിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയതിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദികൾ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പ്രസ്ഥാനത്തിന് വരും ദിനങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് ഇതിന് ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമാണ്. അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. നേരത്തെ എന്നോടൊന്ന് സൂചിപ്പിച്ചു, അച്ഛൻ ഞാനിങ്ങനെ സംരംഭം തുടങ്ങണം. ഞാൻ ആദ്യം ചോദിച്ചത് യോഗയിടയ്ക്ക് ഇപ്പോഴത്തെ ടൈറ്റ് ഷെഡ്യൂൾ അതിൽ സുഖകരമാക്കി പോകാൻ സാധിക്കും, കുഴപ്പമില്ല, ഭംഗിയാകും. 2 ദിവസം മുമ്പ് അതിനോട് കുറച്ച് അച്ഛാ ഇന്ന് 4 മണിക്ക് കൂതാശയും 5 മണിക്ക് ഉദ്ഘാടനം. അന്നേരം ഞാൻ പറഞ്ഞു ആ ടൈറ്റ് ഷെഡ്യൂൾ ആക്കണ്ട, ആ ഷെഡ്യൂൾ ഒന്ന് ലിബറൈസ് ചെയ്തിട്ട് ഞായറാഴ്ച വൈകിട്ട് ഏത് സമയത്താണ് ഞാൻ ഫ്രീയാണ്, 12 ഞാൻ കുഴപ്പമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വൈകുന്നേരം ശാന്തമായി ഇതിൻ്റെ കൂതാശ കർമ്മം നിർവഹിച്ചു. പിന്നീട് ശാന്തമായി 2 ദിവസം കൊണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അച്ഛാ ഇന്നാണെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന ഉദ്ഘാടനം ഇരിക്കേണ്ടതുള്ളൂ, അതിന് മറ്റൊരു പകരം വെക്കാൻ ഒരു ദിവസമില്ല, കുഴപ്പമില്ല, ഭംഗിയായി.